ഇനി നമ്മൾ നാലാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ നമ്മൾ ചോദ്യം എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ അപ്പൊ നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഞാൻ ഇങ്ങോട്ടേക്ക് എഴുതാം. 2z² - 3z - 2y = 0. സോ ഈ ഇക്വേഷൻ ഞാൻ റീപ്ലേസ് ചെയ്തിട്ട് 2 × z - i/z = 3 എന്ന് കൊടുക്കുന്നു. സോ then ഇവിടുന്ന് z - i/z = 3/2 എന്ന് കൊടുക്കുന്നു. നമുക്കറിയാം ആൽഫയും ബീറ്റയും ഇതിന്റെ റൂട്ട്സ് എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ആൽഫ മൈനസ് i/ആൽഫ = 3/2 എന്ന് കൊടുക്കാം. ഓക്കെ. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് സെൽ ഞാൻ സ്ക്വയർ ചെയ്യുന്നു. സോ എനിക്ക് ആൽഫ സ്ക്വയർ മൈനസ് 1/α² മൈനസ് 2i = എനിക്ക് 9/4 എന്ന് കിട്ടും. ഓക്കെ, 9/4 എന്ന് കിട്ടും. റെഡി മക്കളെ? സോ അപ്പൊ ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇനി എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ഇവനെ ഒന്ന് 9/4 കിട്ടി. ഞാൻ ഇവനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാണ്. സോ 9/4 + 2y = α² മൈനസ് 1/α² എന്ന് കിട്ടും. റെഡി ആണല്ലോ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എഗെയിൻ ഞാൻ ഒന്നും കൂടെ സ്ക്വയർ ചെയ്യുകയാണ്. സോ അപ്പൊ എനിക്ക് എന്ത് കിട്ടും, 81/16 - 4 + 9i = α⁴ + 1/α⁴ - 2 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇനി ഞാനൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, ഒന്ന് ശ്രദ്ധിക്കണം. സോ 49/16 + 9i = α⁴ + 1/α⁴ എന്ന് കിട്ടും. ഇതേപോലെ തന്നെ നമ്മുടെ ഒരു റൂട്ട് ഉണ്ട് ബീറ്റയ. അപ്പൊ അതിനും ഇതേ വാല്യൂ തന്നെയായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടാനായിട്ട് പോകുന്നത്. സോ 9i = β⁴ + 1/β⁴ വരും. റെഡി? സോ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നോക്കിക്കേ. α⁴19 + β⁴19 + α⁴11 + β⁴11 ഡിവൈഡ് ബൈ α⁴15 + β⁴15. ഇതല്ലേ നമ്മൾക്ക് കിടക്കുന്നത് ഇവിടെ. നോക്കിക്കേ, ഇത് കംപ്ലീറ്റ്ലി ഈ സാധനമാണ് നമുക്ക് കിടക്കുന്നത്. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സോ ഇതിനകത്ത് നമ്മൾ വാല്യൂ എടുക്കുന്നു. ഒരു α⁴15 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു. α⁴15 ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ എനിക്ക് ഇവിടെ α⁴ പ്ലസ് α1/α⁴ വരും. ഓക്കെ. ദെൻ ഇവിടെ എനിക്ക് β⁴15 ദെൻ β⁴ പ്ലസ് 1/β⁴ കിട്ടും. ഓക്കെ. റെഡി? സോ ഹോൾ ഡിവൈഡ് ബൈ എനിക്കിവിടെ α⁴15 β⁴15 വരും. ഓക്കെ, ക്ലിയർ? സോ എനിക്കിവിടെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന α⁴15 പ്ലസ് β⁴15 then ആ വാല്യൂ എന്ത് വരും, രണ്ടും സെയിം വാല്യൂ വരും. സോ 49/16 പ്ലസ് 9i എന്ന് വരും. സോ ഇവിടെ എനിക്ക് α⁴15 പ്ലസ് β⁴15 വരും. ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് 49/16 പ്ലസ് 9i എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഇതിനകത്ത് നമുക്ക് റിയൽ പാർട്ട് ഏതായിരിക്കും കിട്ടുന്നത്? സോ അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഇത് രണ്ടും കട്ടായി പോയി കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടും റിയൽ പാർട്ട് അല്ലെ. റിയൽ പാർട്ട് നമുക്ക് എത്ര കിട്ടും, 49/16 എന്ന് കിട്ടും. ഇമാജിനറി പാർട്ട് നമുക്ക് 9 എന്ന് കിട്ടും. നമുക്ക് വേണ്ട എന്താണ്, 16 ഇൻറ്റു റിയൽ പാർട്ട് ഇൻറ്റു ഇമാജിനറി പാർട്ട് അല്ലെ. ഇപ്പൊ ഇത് രണ്ടും പോയി കിട്ടും. ബാക്കി നമുക്ക് എത്ര കിട്ടും, 441 എന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ?